ഉത്തരാഖണ്ഡിൽ വിനോദയാത്ര പോയ മലയാളി സംഘത്തെക്കുറിച്ച് വിവരമില്ല എന്ന് ബന്ധുക്കൾ പറയുന്നു. 28 പേരടങ്ങുന്ന സംഘത്തെ ഫോണിൽ ബന്ധപ്പെടാൻ കഴിയുന്നില്ല. സഹിൻ ആന്റണിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. സഹിൻ, ബന്ധുക്കൾ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ എന്തൊക്കെ? ഇവരെ എപ്പോൾ മുതൽ കിട്ടാനില്ല, ഫോണിൽ കിട്ടാനില്ല എന്നാണ് പറയുന്നത്? എന്തെങ്കിലും വിവരങ്ങൾ അവിടുത്തെ അധികൃതരിൽ നിന്നോ മറ്റോ കിട്ടുന്നുണ്ടോ ഈ ബന്ധുക്കൾക്ക്? ലക്ഷ്മി, 28 പേരായിരുന്നു ഉത്തരാഖണ്ഡിലേക്ക് വിനോദയാത്ര പോയത്. ഇതിൽ 20 പേർ മുംബൈയിൽ നിന്നുള്ള സംഘവും ഒപ്പം തന്നെ 8 പേർ കേരളത്തിൽ നിന്നുമായിരുന്നു. അങ്ങനെ 28 പേർ മലയാളികൾ പോയിട്ടുണ്ട്. പക്ഷെ ഇന്നലെ മുതൽ ഇവരെ വിളിച്ചിട്ട് ഫോണിൽ ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. പ്രത്യേകിച്ചും കൊച്ചിയിൽ നിന്നും 8 പേരടങ്ങുന്ന ഒരു സംഘവും പോയിട്ടുണ്ട്. അങ്ങനെ 28 പേരുടെ ഒരു സംഘത്തെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ബന്ധുക്കളുടെ പരാതി. ഇപ്പോൾ അവരെ ബന്ധപ്പെടാനുള്ള ഒരു നീക്കം പല ഭാഗങ്ങളിൽ നിന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങളാണ് ലക്ഷ്മി. 28 പേരടങ്ങുന്ന സംഘം, അതിൽ 8 പേർ കൊച്ചിയിൽ നിന്ന്, അങ്ങനെ തന്നെയല്ലേ? അങ്ങനെയാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. 20 പേർ മുംബൈയിൽ നിന്നും 8 പേർ കൊച്ചിയിൽ നിന്നും അടങ്ങുന്ന ഒരു സംഘം പോയിട്ടുണ്ട്. അവരെ ഇന്നലെ വരെ ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നു. പക്ഷെ ഇന്നലെ മുതൽ അവരെ ഫോണിൽ ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ബന്ധുക്കളുടെ പരാതി. ലക്ഷ്മി, ഈ ബാക്കി 20 പേർ എവിടെയുള്ളവരാണ്? മലയാളികളല്ലേ? മലയാളികൾ തന്നെയാണ്. അവർ മുംബൈയിലാണ് താമസിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ 8 പേരെ കൂടി, ഈ 8 പേരും അവരോടൊപ്പം ചേരുകയായിരുന്നു. അങ്ങനെ 28 പേരുടെ മലയാളികൾ അടങ്ങുന്ന സംഘമാണ് ഉത്തരാഖണ്ഡിലേക്ക് പോയിട്ടുള്ളത്. ഇത് ഏതെങ്കിലും കമ്പനിയിൽ ജോലി ചെയ്യുന്നവരാണോ? എന്താണ്, നമുക്ക് ഈ യാത്രാ സംഘത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നുണ്ടോ? ലക്ഷ്മി, നിലവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇവർ സുഹൃത്തുക്കളായിരുന്നു, കുടുംബബന്ധുക്കളായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് പ്രാഥമികമായ വിവരം മാത്രമാണ്. ഇനി കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ആ 28 പേരുടെ സംഘമാണ് പോയിട്ടുള്ളത്. മലയാളികളായിട്ടുള്ള 8 പേരും പിന്നീട് മുംബൈയിൽ നിന്നുള്ള 20 പേരുമാണ്.